ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ മൃഗാശുപത്രി കെട്ടണം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 77 കോടി രൂപയുടെ ജീവനോപാധി സഹായ പാക്കേജ് നടപ്പിലാക്കിയതായി ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 10 വർഷക്കാലം മൃഗസംരക്ഷണ മേഖലയിൽ ഒട്ടേറെ പദ്ധതികളാണ് പ്രാവർത്തികമാക്കിയത്. സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കുകളിലും രാത്രികാല മൃഗചികിത്സാ സേവനം, 76 ബ്ലോക്കുകളിൽ മൊബൈൽ വെറ്റിനറി സേവനം എന്നിവ നടപ്പിലാക്കി. 12 ജില്ലകളിൽ മൊബൈൽ സർജറി യൂണിറ്റുകളും ആരംഭിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് പദ്ധതി വിഹിതത്തിൽ നിന്നും അനുവദിച്ച 43 ലക്ഷം രൂപയും ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതമായ 25 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 3 ഡോക്ടർമാർ, 2 ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ, 1 ലാബ് ടെക്നീഷ്യൻ, 2 അറ്റൻഡർ തുടങ്ങിയവരുടെ സേവനം ഇവിടെ ലഭിക്കും. ഡിസ്പെൻസറി ആയിരുന്ന ഈ സ്ഥാപനം 1980-ലാണ് വെറ്റിനറി പോളി ക്ലിനിക്കായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടത്. കൃത്യമായി സേവനം ലഭ്യമാകണമെങ്കിൽ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ കെട്ടിട നിർമ്മാണത്തിനായി മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും 43 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 25 ലക്ഷം രൂപയും അനുവദിച്ചതിനെ തുടർന്നാണ് കെട്ടിട നിർമ്മാണം സാധ്യമായിരിക്കുന്നത്.